ഒരു കനേഡിയൻ സ്മോക്കിംഗ് ഫ്രോക്കാണ് ഇന്നത്തെ വീഡിയോ. ചിലർ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്പെഗറ്റി സ്ട്രാപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്. ഇനി കനേഡിയൻ സ്മോക്കിംഗ് കാണിച്ചു തരാം. അപ്പോൾ അതിന് എങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഒരു പെന്നിനെ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുകൊണ്ട് ഡാർക്കായിട്ട് വരച്ചതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ പെൻസിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് ക്ലോത്തിൻ്റെ റോങ് സൈഡിൽ നമ്മൾ ബാക്ക് ഭാഗത്തെ മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറിയ ബേബീൻ്റെ ഡ്രസ്സായതുകൊണ്ട് 2 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറാണിത്. അത് നിങ്ങളിങ്ങനെ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഫുള്ള് നമ്മൾ മെഷർമെൻറ്റ് പറഞ്ഞില്ലേ, അത് ഫുള്ള് ക്ലോത്തിൽ മാർക്ക് ചെയ്യണം. ഇതേപോലെ ലെഫ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ എന്നിട്ട് ഇത് ഒമിറ്റ് ചെയ്യണം. ഇനി സെക്കൻഡ് ലൈന് വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് ഇതേപോലെ നിങ്ങൾ ഡ്രോ ചെയ്ത് വെക്കുക. ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് ഇവിടുന്ന് ഇതിവിടെ ഇനി സെക്കൻഡ് ലൈനില്ലേ, സെക്കൻഡ് ലൈൻ ഇതേപോലെ തന്നെ ചെയ്യാം. ഇത് ലൂസാക്കി വിടണം. ഇത് ഇതേപോലെ ടൈറ്റായി പോകാൻ പാടില്ല, ലൂസാക്കി വിടുക. അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അടിയിലത്തത് വലിക്കുമ്പോൾ ഇതടക്കം വലിഞ്ഞ് വരും. ഇത് ലോക്ക് ചെയ്ത് ഇനി എത്ര വലിച്ചാലും ഇത് നീങ്ങി വരില്ല. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് കണ്ട എറോ പോലെ വരും. ഇനി സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ അതിൻ്റെ എഡ്ജ് കാണണം. ഇനി ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക വേണ്ടത്.
ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും വേറെ ക്ലോത്തൊന്നും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. ഇതേപോലെ ഉണ്ടാവും. ഇതേപോലെയാണ് ബാക്ക് സൈഡ് ഉണ്ടാവുക. നിങ്ങളിനി ഇത് നോക്കിയിട്ട് ഇതേപോലെ ചെയ്ത് സ്മോക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. മെഷർമെൻറ്റ് പറഞ്ഞു തരാം. സ്മോക്കിംഗ് ചെയ്യേണ്ടത് കൊണ്ട് യോക്ക് ഫ്രണ്ട് പീസ് 8 ഇഞ്ചസ് ലെങ്ത്തും 36 ഇഞ്ചസ് വിഡ്ത്തുമാണ് എടുത്തിട്ടുള്ളത്. 36 ഇഞ്ചസ് 4.5 ഇഞ്ച് ലെങ്ത്തും 11.5 ഇഞ്ച് വിഡ്ത്തുള്ള 3 പീസസ് എടുക്കണം. അത് ബാക്ക് യോക്ക് ലൈനിങ്ങും ഫ്രണ്ട് ലൈനിങ്ങും ഞാൻ ഫോൾഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതൊരു പേപ്പറിലാണ് കാണിക്കുന്നത്. അപ്പോൾ 11.5 ഇഞ്ച് അത് ഫോൾഡ് ചെയ്ത് തരാം. 5 3/4 ലെങ്ത്ത് സെയിം തന്നെ. 3 ഇഞ്ചസ് 1 പോയിൻറ്റ് മാർക്ക് ചെയ്യാം. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആം ഹോളാണ്. ആം ഹോള് 2.5 ഇഞ്ച് ഇടുന്ന് 2.5 ഇഞ്ച് 2.5 ഇഞ്ച് എടുത്തിട്ട് അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സ്ട്രാപ്പാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തുകൊണ്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അത് എടുത്തേക്ക് ഇതേപോലെ ഇത് കട്ട് ചെയ്യാം. ഇവിടെയാണ് സ്ട്രാപ്പ് വരിക. സ്ട്രാപ്പ് വെക്കേണ്ടത് ഇവിടെയാണ്, മുകളിൽ. സ്ട്രാപ്പിന് 2 ഇഞ്ചസ് വിഡ്ത്തും 7 ഇഞ്ചസ് ലെങ്ത്തുള്ള 2 പീസ്. 3 ഇഞ്ചസ് ലെങ്ത്തും 25 ഇഞ്ചസ് വിഡ്ത്തുള്ള 2 പീസ് കളർ ക്ലോത്ത്. സ്ട്രാപ്പ് മറിച്ചിട്ടു. ഇനി ഇതിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ബാക്ക് സൈഡാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് പ്രസ് ചെയ്തടിക്കണം. ഫ്രണ്ടിൽ പ്രസ് ചെയ്യാതെ അടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ബാക്കിൽ. ബോട്ടം പീസ് ബോട്ടം സ്കേർട്ടിനോട് വെച്ചടിക്കണം.
ഇനി പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി ഞാൻ ഈ ലോങ് സ്റ്റിച്ചാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടാണ് ചെയ്യുന്നത്. യോക്കിനോട് ചേർക്കാൻ വേണ്ടി. ഇത് പ്ലീറ്റ്സ് ഇട്ട് ഇനി യോക്കിനോട് ചേർക്കുകയാണ്. സ്പഗറ്റി സ്ട്രാപ്പ് ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.